നമസ്കാരം. കേരളത്തിലെ പ്രേക്ഷകരിൽ ഏറിയ പങ്കും മൊബൈൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ പല പരിപാടികൾ ആസ്വദിക്കുന്നത്, പല കാര്യങ്ങളും കാണുന്നത്. അത് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട, വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, മറ്റ് സിനിമയാണെങ്കിലും, മറ്റ് അനവധി പരിപാടികളാണെങ്കിലും ഓൺലൈനിലാണ് പലരും അവരുടെ ആസ്വാദനത്തെ കണ്ടെത്തുകയും അത്തരം പരിപാടികളൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം വിവരശേഖരണം നടത്തുന്നതും മൊബൈലുകളിൽ കൂടിയാണ്. കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകൾ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു വരുന്നത്. അതായത് പരസ്യങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. പരസ്യങ്ങൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ കൂണുകൾ പോലെയാണ് ചാനലുകൾ വീണ്ടും വരുന്നത്, പ്രത്യേകിച്ചും ന്യൂസ് ചാനലുകൾ. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്നത് കൃത്യമായും തീർച്ചയായിട്ടും മലയാളി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് എങ്ങനെയെങ്കിലും വിവിധ തരത്തിലുള്ളതായ ക്രൈമുകൾ, ഭീകരവാദം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വെളുപ്പിച്ചെടുക്കുക, മറ്റ് കള്ളക്കടത്തുകൾ, മറ്റു രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വെളുപ്പിച്ചെടുക്കുക. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ്, അഴിമതിക്കാരാണ്. അതുകൊണ്ട് ഒക്കെ തന്നെ ഇവരുടെ കയ്യിലേക്ക് ഈ ചാനലുകൾ എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ ഭീകരവാദികളുടെ കയ്യിലേക്ക് ആയുധം വെച്ചു കൊടുക്കുന്നതിന് തുല്യമായി മാറുന്നു. ഈ ആറ്റം ബോംബ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ ഭീകരവാദികളുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ വാർത്ത കേൾക്കുന്ന മനുഷ്യരുടെ അവസ്ഥ. കാരണം ഈ ഭീകരവാദികൾ മുഴുവൻ നമ്മുടെ നെഞ്ചത്തേക്കാണ് ഈ അണുവികരണങ്ങൾ, അണുവർഷം നടത്തുന്നത്. അത് കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ് മലയാളികൾ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പൈശാചികമായ ഒരു വസ്തുത. അപ്പോൾ ഇത്തരമൊരു വസ്തുതയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നതാണ്. അതായത് മുട്ടിൽ മരമുറി കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരാണ് റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത്. ബാർക്ക് അഴിമതി ഉൾപ്പെടെയുള്ള വിവിധ അഴിമതികൾ നടത്തിയാണ് റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിലെ മാധ്യമ സിംഹങ്ങൾ തന്നെ ഇത്തരം ആൾക്കാരെ ന്യായീകരിക്കുവാൻ വരുന്നുണ്ട്. അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിലെ മറ്റു പല വിഷയങ്ങളും വരുമ്പോൾ ആ രീതിയിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് കേരള സമൂഹം ഉറച്ചു വിശ്വസിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ അടുത്ത ഇടെയാണ് 24 ചാനലിൽ വിളിച്ചു വരുത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളെല്ലാം വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളൊക്കെ ഈ 24 ചാനൽ ആവിഷ്കരിച്ചത്. അങ്ങനെ കേരളത്തിലെ ചാനലുകൾ വിവിധങ്ങളായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വെളുപ്പിക്കുക, അതിലേക്കാണ് ഇപ്പോൾ കൂടുതലായും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തി വരുന്നത്. അപ്പോൾ അങ്ങനെ പല ചാനലുകളിൽ നിന്നും അതുകൊണ്ടാണ് ഈ ഫണ്ട് ഇവർക്കുള്ളത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് കൊടുത്തുകൊണ്ട്, ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് സുജയ പാർവതിക്ക് പുതിയ ചാനലായ ബിഗ് ടിവിയിൽ ലഭിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് അരുൺകുമാറിന് റിപ്പോർട്ടർ ചാനൽ ലഭിക്കുന്നത്. അങ്ങനെ പണം വാരി എറിഞ്ഞുകൊണ്ട് ചില കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുവാനായിട്ട് മുൻകാലങ്ങളിൽ സിനിമകളിലായിരുന്നു ഇതുണ്ടായിരുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ട് സിനിമകൾ എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഇപ്പോൾ ന്യൂസ് റൂമുകളിലാണ് ചെയ്യുന്നത്. അപ്പോൾ ധാർമ്മികത പ്രവർത്തിക്കുന്ന, ധർമ്മം പറയുന്ന ഈ അവതാരകർ മുഴുവൻ ഈ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു, കണ്ണിൽ പൊടിയിടുന്നു, മലയാളികളുടെ കണ്ണിൽ പൊടിയിടുന്നു. അങ്ങനെ നാളെയുടെ ഒരു സമൂഹത്തെ, നാളെയുടെ ഒരു തലച്ചോറിനെ തന്നെ തകർത്ത് കളയുകയാണ് ഈ ന്യൂസ് റൂമുകൾ മുഴുവൻ. അങ്ങനെ ഈ രീതിയിൽ മലയാളി സമൂഹത്തെ തകർത്തെറിഞ്ഞുകൊണ്ട്, യുവതയെ തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ ചിന്തകളിലും തലച്ചോറിലും മിസ്ഇൻഫർമേഷൻസ്, വ്യാജമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നിറച്ചുകൊണ്ട് ഭീകരതയെയും കുറ്റകൃത്യങ്ങളെയും ന്യായീകരിച്ചും അതിനുവേണ്ടി പണിയെടുത്തും മുന്നോട്ട് പോകുന്ന ചാനലുകളായി അധപ്പതിച്ചിരിക്കുന്നു. തീർച്ചയായും ഇവരെ അന്വേഷണ ഏജൻസികൾ നോട്ടമിട്ടിട്ടുണ്ട്. കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇവർക്കെതിരെ നടക്കുമെന്ന് ഉറപ്പാണ്. കേരളം ഇനി കാത്തിരിക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത് ഈ റിപ്പോർട്ടർമാർക്ക് നേരെയുള്ള, ഈ അവതാരകന്മാർക്ക് നേരെയുള്ള അന്വേഷണമാണ്. തീർച്ചയായിട്ടും ഇവർക്ക് വിലങ്ങിടേണ്ട ഇത്തരം നാവുകൾക്ക്, അതായത് കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി ന്യൂസ് റൂമുകൾ ഉപയോഗിക്കുന്ന നാവുകൾക്ക് വിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും
ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.